കോൺഗ്രസിനെ സംബന്ധിച്ച ഒരുപാട് അനുകൂല ഘടകങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ആ ഘടകങ്ങളെ അനുകൂലമാക്കിയെടുത്ത് 2026 പിടിക്കാൻ പഠിച്ച പണി 18 നോക്കും. ഇപ്പോൾ അതിനു മുന്നേ കടക്കേണ്ട വലിയ കടമ്പയുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇതിൽ മികവ് നേടിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് 100-110 2026 വണ്ടി ഓടിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കോൺഗ്രസിന്റെ രഹസ്യ സർവേ പുറത്തു വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് ജില്ലകളാണ് അതീവ ശ്രദ്ധ വേണ്ടതെന്നാണ് സ്വകാര്യ ഏജൻസി ഹൈക്കമാൻഡിന് കൈമാറിയ സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ജില്ലകളിലെ BJP സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചില്ല എങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരും. അടിത്തട്ട് മുതലുള്ള സംഘടനാ ദൗർബല്യം മനസ്സിലാക്കണം. കൃത്യമായി പഠിച്ച് പ്രാദേശിക സ്വാധീനമുള്ളവരെ സ്ഥാനാർത്ഥികളാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡൽഹിയിലെത്തിയ KPCCയുടെ പുതിയ നേതൃത്വവുമായി ഹൈക്കമാൻഡ് ചർച്ച ചെയ്തത് ഈ റിപ്പോർട്ട് വെച്ചായിരുന്നു. വാർഡിലെ ഓരോ വീടിനെ കുറിച്ചും സമഗ്ര വിവരങ്ങൾ അടങ്ങിയ സർവേ നടത്തി വീടുകൾ കയറി ബന്ധങ്ങൾ ദൃഢമാക്കാൻ KPCC തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും കുടുംബ സംഗമങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല. വാർഡിലെ ഓരോ കുടുംബത്തിന്റെയും അംഗങ്ങളുടെ പേരും വിവരവും ഉൾപ്പെടുത്തിയ കുടുംബ രജിസ്റ്റർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഒരു വീട്ടിൽ വാർഡ് കമ്മിറ്റി അംഗങ്ങൾ നടത്തും. സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി വിവിധ സാമൂഹിക ഗ്രൂപ്പുകളുമായി ഊഷ്മള ബന്ധം സ്ഥാപിക്കണമെന്നും താഴെത്തട്ടിൽ നിന്നും കർശന നിർദ്ദേശമുണ്ട്. പാർട്ടി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന രേഖയും പ്രതിപക്ഷത്ത് ഇരിക്കുന്നിടങ്ങളിൽ കുറ്റപത്രവും തയ്യാറാക്കുന്നതിന് നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള ബ്ലോക്ക്, വാർഡ് തല ശില്പശാലകൾ പുരോഗമിക്കുകയുമാണ്. അടുത്ത മാസത്തോടെയാണ് വാർഡ് പുനർവിഭജനം പൂർത്തിയാക്കും എന്ന് കണക്ക് കൂട്ടുന്നത്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ വാർഡ് കമ്മിറ്റികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയുള്ള KPCCയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള നടപടികൾ ഇതിനുശേഷമുണ്ടാകും. ജില്ലാ തലങ്ങളിൽ കോർ കമ്മിറ്റികൾ ഇടപെട്ടിട്ടും തീരാത്ത പ്രശ്നങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പരിഹരിക്കാൻ വർക്കിംഗ് പ്രസിഡന്റുമാരും സംഘടനാ ചുമതലയുള്ളവരും കിണഞ്ഞ് പരിശ്രമിക്കേണ്ടതുണ്ട്. വാർഡ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുകയും മണ്ഡല കമ്മിറ്റികൾ ഭാരവാഹികളെ കണ്ടെത്തുകയും വേണം. എണ്ണയിട്ട യന്ത്രം പോലെ സംഘടന സജ്ജമാക്കുന്നതിനൊപ്പം മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞാൽ പുതിയ നേതൃത്വത്തിന് അത് വലിയ നേട്ടമുണ്ടാക്കും. പിന്നാലെ എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കളമൊരുക്കാനുള്ള നിർണായക അവസരമാണ് നേതാക്കൾക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്. 2026 2025 പ്രാഥമിക പരിഗണനയെന്ന് ചുമതലയേറ്റപ്പോൾ തന്നെ സണ്ണി ജോസഫ് പറഞ്ഞതും ഇത് മുന്നിൽ കണ്ടായിരുന്നു. കേരളത്തിലെ LDF സർക്കാരിന് എതിരായ ജനവികാരം പ്രയോജനപ്പെടുത്താൻ കഴിയണം എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കടമ്പ.